ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് കട്ടനോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തെ തുടക്കം. ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ രാവിലെ പാലപ്പത്തിന് അരച്ച് വെച്ച മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പാലപ്പം ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ കട്ടൻ കാപ്പി കുടിച്ചിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലെ കട്ടൻ കാപ്പിയാണ്, പാൽ ചായ അങ്ങനെ അത് ഇടാറില്ല. വൈകുന്നേരങ്ങളിലൊക്കെയാണ് പാൽ ചായ ഇടാറുള്ളത്. അപ്പോൾ പാലപ്പവും ബീഫ് കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പാലപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പഴയ പാലപ്പച്ചട്ടിയാണ് കേട്ടോ, പക്ഷേ എണ്ണയൊക്കെ തൂത്തെടുക്കുന്ന കാരണം പാലപ്പം അടിയിൽ പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചൂട് പാലപ്പം, ബീഫ് കറി. നമ്മൾ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഉണ്ടാക്കിയെടുത്തിങ്ങനെ പാലത്തേക്ക് അല്ലെങ്കിൽ ചൂടോട് കൂടിയാകുമ്പോണ്ടല്ലോ ഒട്ടിപ്പിടി. കണ്ടോ ഗൈസ് എൻ്റെ പാലപ്പം. ഇതും ബീഫും, പാലപ്പവും ബീഫ് കറി. ആഹാ പൊളി. നമുക്ക് ഇറച്ചി വാങ്ങിക്കാൻ പോവാം. വീടിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ കശാപ്പുള്ളത്. അത് കണ്ടില്ലേ, കശാപ്പുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ പോയി 1 കിലോ പോത്തിറച്ചിയും കുറച്ച് നെയ്യും കൂടി വാങ്ങിച്ചു കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിലല്ലേ ബീഫ് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം 1 കിലോ പോത്താണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് കൊണ്ടുവന്ന് നന്നായിട്ട് ഞുറുക്കിയെടുത്തു. തീർത്തും ചെറുതായിട്ടല്ല, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഞുറുക്കിയെടുത്തു. കാരണം ഇവിടെ നെയ്യ് എല്ലാവർക്കും വേണം. കരളും നെയ്യും അതെല്ലാം അത്യാവശ്യം എല്ലാവർക്കും വേണം. അപ്പോൾ എങ്കിലേ കറിക്ക് ടേസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളത് കൂടുതലായിട്ട് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ഞുറുക്കിയെടുക്കാം. പിന്നെ ഞുറുക്കിയെടുത്തതിന് ശേഷം ഞാൻ മസാലപ്പൊടി ഒന്ന് വറുത്തെടുക്കണം. കാരണം ഞാൻ കടയിൽ നിന്ന് മസാലക്കൂട്ട് വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് പൊടിച്ചെടുക്കുകയാണ് പതിവ് കേട്ടോ. ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് പതിവ്. അത് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ട, ചെറിയ തരികളോട് കൂടി തന്നെയാണ് ഞാൻ കറികൾക്കെല്ലാം ഇടാറ്. അങ്ങനെ ഇടുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 3-4 തവണ ഞാൻ കഴുകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ബ്ലഡിൻ്റെ അംശം എല്ലാം പോയതിന് ശേഷം നമ്മുടെ കണ്ണാപ്പയില്ലേ, അതായത് കിഴുത്തയുള്ള പാത്രം, ഓട്ടയുള്ള പാത്രത്തിലോട്ട് വെള്ളം വാലാനായിട്ട് വെക്കും. അതിൻ്റെ ബ്ലഡിൻ്റെ അംശം അഥവാ ഉണ്ടെങ്കിലും അത് ആ വെള്ളമയോ എല്ലാം കൂടെ വാർന്നു പോകാനായിട്ട് ആ കണ്ണാപ്പയിലോട്ട് കോരി മാറ്റി വെക്കുകയാണ് പതിവ്. അതിനുശേഷം ഞാൻ രണ്ടായിട്ടാണ് ബീഫ് കറി വെക്കുന്നത്. ആദ്യം കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം സവോള വഴറ്റിയിട്ടാണ് ബീഫ് കറി വെക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആദ്യം കുക്കറിനകത്തോട്ട് ഈ നുറുക്കി വെച്ചിരിക്കുന്ന ഇറച്ചി, അതായത് പോത്തിറച്ചി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല, ഒരു സ്വല്പം വെളിച്ചെണ്ണ, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് നന്നായിട്ട് തിരുമ്മിക്കൂട്ടി ഒരു സ്വല്പം ബീഫിനകത്ത് അത്യാവശ്യം വെള്ളമുണ്ട്, അതുകൊണ്ട് ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒരു കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ, നല്ല കുക്കറാണെങ്കിൽ, അതായത് പെട്ടെന്ന് ആവി കയറുന്ന കുക്കറാണെങ്കിൽ ഒരു 4 വിസിൽ മതിയാവും. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ എടുക്കണം. നമുക്കിപ്പോൾ ഇതിനകത്ത് നെയ്യ് ഉള്ളത് കൊണ്ട് കുറച്ചെണ്ണ മതി. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുള്ളത്. സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടാനായിട്ട് എല്ലാവർക്കും അറിയാം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം സവാള പെട്ടെന്ന് വഴലാനായിട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം തേങ്ങാക്കൊത്തൂടെ ഈ വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കുക. ചിലർ കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാറുണ്ട്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്തിട്ട് വറുത്തെടുക്കാനാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നു.
പിന്നീട് ചെറുതായിട്ട് നുറുക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്കിപ്പോൾ 1 കിലോ ഇറച്ചി ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ടത്. ഉരുളക്കിഴങ്ങ് ഇട്ടാൽ അത് വെന്ത് വന്ന് ചാറിൻ്റെ കൂടെ ആകുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിക്ക് ഒരു ചെറിയൊരു കുറുകലും നല്ല കുഴമ്പ് പരുവത്തിലിരിക്കും ഗ്രേവി. അപ്പോൾ അങ്ങനെ ഞാനിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മീറ്റ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇറച്ചി വേകുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. നന്നായിട്ട് ഇളക്കുക. ഈ മസാലപ്പൊടികളുടെ എല്ലാം ആ കുത്തൽ, അതായത് ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലതായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് എണ്ണ നല്ലവണ്ണം തെളിയുന്നത് വരെ നമ്മളൊന്ന് ഇളക്കണം. അതിനുശേഷം ഈ ബീഫ് വെന്ത വെള്ളം ഉണ്ടെങ്കിൽ അതിട്ട് അത് കുറച്ചൊഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഈ വെന്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ല നല്ലവണ്ണം ബീഫ് വെന്തിട്ടുണ്ടല്ല ഒരു ഡ്രൈ പരുവത്തിലാണ്, അതായത് ഫ്രൈ പരുവത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയെല്ലാം കൂടെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്, വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നമ്മൾ പാലപ്പത്തിന് അരയ്ക്കുന്ന മാവിൻ്റെ കൂടെ ഒരു ശകലം വെളുത്തുള്ളി ജീരകവും എല്ലാം കൂടെ അരച്ചാൽ നമുക്ക് വെള്ളയപ്പമാവും. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അങ്ങനെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടല്ലേ. അപ്പോഴത്തേനും എൻ്റെ സുന്ദരി കുട്ടി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞ് പെൺപിള്ളേരെ പോട്ട് മുടിയെല്ലാം കെട്ടി എൻ്റെ അടുക്ക വന്നിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ അവനെ ഞാൻ എടുത്തില്ലെങ്കിൽ അവൻ ഭയങ്കര വഴക്കായിരിക്കും. അതുകൊണ്ട് പിന്നെ അവനെ ഞാൻ കുറേ നേരം എടുത്തുകൊണ്ടിരുന്നു. കേക്ക് വേണമെന്ന് ചോദിച്ചു. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഹായും ബൈയും ഒക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കുട്ടാപ്പിയുടെയും വക ക്രിസ്മസ് ആൻഡ് പുതുവത്സരാശംസകൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. ബായ്, പുതിയ വീഡിയോ കാണാം.